ഹലോ നമസ്കാരം. ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ തലശ്ശേരിക്കടുത്തുള്ള ഗുണ്ടർട്ട് ബംഗ്ലാവിലേക്ക് നമ്മൾ വന്നതാണ്. CSI സഭയുടെ ഡയസീസ് ഓഫ് മലബാർ ഈ ഗുണ്ടർട്ട് ബംഗ്ലാവിൻ്റെ സമീപം തന്നെയാണ്. CSI പള്ളിയും അവരുടെ പുരാതനമായ സെമിട്രിയൊക്കെ ഈ ഭാഗങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ ഗുണ്ടർട്ട് ബംഗ്ലാവിൻ്റെ പുനരുദ്ധാരണ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മതിൽക്കെട്ടിൻ്റെയൊക്കെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ മൊത്തം മെറ്റീരിയലൊക്കെ ഇറക്കിയിട്ടിരിക്കുന്നത്. ഇതെല്ലാം പൊളിച്ചു പണിത് പുരാവസ്തു വകുപ്പ് അതൊരു റീകൺസ്ട്രക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മതിലൊക്കെ. കാരണം ധാരാളം മരങ്ങളുള്ള സ്ഥലമായതുകൊണ്ട് വേരുകളൊക്കെ ഇറങ്ങി മതിലുകളൊക്കെ ഇടിഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ ബംഗ്ലാവിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ബംഗ്ലാവ് കാണുവാനായിട്ട് നമുക്ക് 50 രൂപയാണ് ഫീസായിട്ടുള്ളത്, പ്രവേശന ഫീസ്. അതുകൂടാതെ നമുക്ക് ബംഗ്ലാവിൻ്റെ ഉള്ളിൽ ക്യാമറ ഉപയോഗിക്കാൻ അലൗഡല്ല. നമുക്ക് പുറത്തുകൂടി മാത്രമേ ഉള്ളൂ മൊബൈലോ മറ്റ് ക്യാമറയോ ഉപയോഗിക്കാനുള്ള അനുവാദമുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോയിൽ ഇവിടുത്തെ കാഴ്ചകൾ പരിമിതമായിരിക്കും. അപ്പോൾ കണ്ണൂർ ജില്ലയിലൂടെയുള്ള നമ്മുടെ യാത്ര ഗുണ്ടർട്ട് ബംഗ്ലാവ് വരെ എത്തിയിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ റിസപ്ഷൻ സെൻറ്റർ. അതിനോട് ചേർന്ന് തന്നെ ഒരു വലിയ പേരാൽ വേരൊക്കെ ഇറക്കി നിൽക്കുന്നുണ്ട്. വളരെ മനോഹരമായൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ വന്നാലുള്ളത്. അപ്പോൾ ഇതാണ് ആ മഹാനായ വ്യക്തിയുടെ ബംഗ്ലാവ്. പക്ഷേ ക്യാമറ നമുക്ക് ഉള്ളിൽ ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പുറത്തു നിന്നുള്ള കാഴ്ചകൾ മാത്രമേ ഉള്ളൂ ക്യാമറയിൽ പകർത്തുന്നുള്ളൂ. ചെറിയ രീതിയിലാണെങ്കിലും ഈ ബംഗ്ലാവിൻ്റെ ഒരു രൂപം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗുണ്ടർട്ട് ബംഗ്ലാവിൻ്റെ ഒരു സൈഡിൽ നിന്നുള്ള കാഴ്ച. ഇദ്ദേഹമാണ് നമ്മുടെ പ്രശസ്തമായ മലയാള നിഘണ്ടു തയ്യാറാക്കിയ വ്യക്തി. അദ്ദേഹത്തിൻ്റെ ഒരു വലിയ പ്രതിമ നമ്മുടെ കോട്ടയത്തെ ചിൽഡ്രൻസ് പാർക്കിലുണ്ട്. അപ്പോൾ ആ മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്ക് ഞാൻ പോവുകയാണ്. പക്ഷേ കാഴ്ചകൾ നമ്മൾ വീഡിയോഗ്രാഫി ഇവിടം കൊണ്ട് നിർത്തുകയാണ്. ഇതാണ് മനോഹരമായ ആ ബംഗ്ലാവ്. വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ വളരെ ബൃഹത്തായ മനോഹരമായ ഒരു ബംഗ്ലാവാണിത്. അപ്പോൾ നമ്മൾ ഉള്ളിൽ പോയി കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചു വന്നിട്ട് ബാക്കി വിവരണം നൽകാം. അപ്പോൾ ഞാനും കുഞ്ഞിയും ഉള്ളത് കണ്ണൂർ ജില്ലയിലെ മുഴുപ്പിലങ്ങാടി ബീച്ചിലാണ്. ഇതാണ് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഡ്രൈവിംഗ് ബീച്ച്. അപ്പോൾ ഞങ്ങൾക്ക് വാഹനം സൈക്കിളായതുകൊണ്ട് ഞങ്ങൾ ഡ്രൈവ് ചെയ്യുന്നില്ല എന്ന് വെച്ചു. ചെയ്യണമെന്നുണ്ട്, പക്ഷേ എങ്ങാനും ടയർ താഴുമോ എന്നുള്ളൊരു പേടി. അങ്ങോട്ടൊന്നും പോലെ ഇങ്ങോട്ടോ അപ്പോൾ അതിലോട്ടൊന്നും കയറില്ല. അവിടെയൊക്കെ പെരുമ്പാമ്പ് കാണും, നിന്നെ വാങ്ങിക്കൊണ്ട് പോകും. അപ്പോൾ ഇന്നലെ ഞങ്ങൾ കിടന്നത് ധർമ്മടം ബീച്ചിന് സമീപമാണ്. അവിടെയൊക്കെ 6-7 പെരുമ്പാമ്പുകൾ ഉള്ള സ്ഥലമാണ്. പക്ഷേ കുഞ്ഞിപ്പെണ്ണ് ഇങ്ങനെ അർമാദിച്ച് നടക്കാൻ വേണ്ടി എങ്ങോട്ടാണ് പോകുന്നത്? ഓടാൻ വേണ്ടി വന്നതാണ്. ബീച്ചിൽ നട്ടുച്ച നേരമാണ്. തണലത്തൊക്കെ കിടക്കാൻ വേണ്ടി അവൾ പ്ലാനിങ് ഇടുന്നുണ്ട്. പക്ഷേ ഞാൻ സമ്മതിക്കുമോ? അപ്പോഴത്തെ ഇന്നലെ നല്ല മഴയായിരുന്നു. അതുകൊണ്ട് കടലൊക്കെ ഒന്ന് ക്ലീൻ ആയിട്ടുണ്ട്.
നല്ല വേലിയേറ്റം ഉണ്ടായിരുന്നു. കള്ളക്കടലുണ്ട്. കള്ളക്കടലുള്ളതുകൊണ്ട് വള്ളങ്ങളൊന്നും വെളിയിലോട്ട് പോയിട്ടില്ല. അല്ലെങ്കിൽ ചെറിയ വള്ളങ്ങളൊക്കെ മീൻ പിടിക്കാൻ വേണ്ടി പോകേണ്ട സമയമായിരുന്നു. ഇതാ ബീച്ചിൽ കുറേ കാറുകളൊക്കെ കിടപ്പുണ്ട്, കുറേ സ്കൂട്ടറൊക്കെ ഓടിച്ച് പഠിക്കുന്നുണ്ട്. ഇത് പ്രധാനമായിട്ടും ഡ്രൈവ് ബീച്ച് എന്ന് പറഞ്ഞാലും ആളുകൾ ഡ്രൈവിങ് പഠിക്കാൻ വേണ്ടി വരുന്ന ഒരു ബീച്ചായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഈ ബീച്ചിലെ മണലിൽ മണ്ണിൻ്റെ അംശം ഉള്ളതുകൊണ്ട് ഇത് ടൈറ്റായിട്ട് നിൽക്കും. അപ്പോൾ നമുക്ക് കടപ്പുറത്തൂടെ തന്നെ തീരത്തൂടെ തന്നെ നമുക്ക് വണ്ടി ഓടിച്ച് പോകാൻ പറ്റും. അതാണ് ഇവിടുത്തെ പ്രത്യേകത. എന്നിട്ട് നിങ്ങൾക്ക് കാണാം, കറുത്ത മണൽ കാണാം. ഒരുത്തി ഏരിയ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലേടി ഡി വന്നെ. അങ്ങനെ ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങൾ ബീച്ച് സൈഡ് വരെ എത്തിയിട്ടുണ്ട്. കണ്ണൂർ ജില്ലയുടെ അവസാന ഭാഗങ്ങളിലോട്ടാണ് എത്തിയിരിക്കുന്നത്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ അറബിക്കടലിന് കേർസ് ഉള്ളത്. അപ്പോൾ കുഞ്ഞിനെ ഇവിടെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അല്ലേടി കുഞ്ഞി, ഒന്നിവിടെ തുമ്മ ആ തുമ്മൽ കഴിഞ്ഞെങ്കിൽ പറഞ്ഞാൽ മതി. ഇവിടെ തുമ്മടി. പോയി. ഇതുണ്ടോ, ഡ്രൈവ് ബീച്ചാണ്. ആളുകൾ കാർ ഓടിച്ച് പോകുന്നത് കാണാം. നമുക്ക് കാറില്ലാത്തതുകൊണ്ട് നമ്മൾ ഓടിക്കുന്നില്ല അല്ലേ കുഞ്ഞി? കാറില്ലാത്തതുകൊണ്ട് നമ്മൾ ഓടിക്കുന്നില്ല അല്ലേ? കാർ ഓടിച്ച് പഠിക്കാൻ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ എന്നാൽ നമുക്ക് അവിടെ കുറച്ച് നേരം പോയിരിക്കാം. വാ. എങ്ങോട്ടായി പായുന്ന? കേട്ടോ, ഇതാണ് മുഴുപ്പിലങ്ങാട് ബീച്ചിൻ്റെ ഒരു ഫുൾ വ്യൂ. ഇനി അവിടെ ഒരു അരിവാൾ ചുറ്റിയ നക്ഷത്രമൊക്കെ കടലിൻ്റെ നടുവിൽ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ അതിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് ഞാൻ നിന്നിരുന്നത്. ധർമ്മടം ബീച്ച് ഇതിൻ്റെ ഈ മുനമ്പ് കഴിയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിലാണ് ധർമ്മടം ബീച്ച്. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി നടുവിലാണ് ഒരു നദിയുള്ളത്, കായൽ. അപ്പോൾ ഇന്നലെ അവിടെ നിന്ന് ഇതെല്ലാം കണ്ടതാണ്. ആ കല്ലുകളെല്ലാം നമുക്ക് കാണാവുന്നതാണ്. പക്ഷേ ഈ സ്ഥലം കാണാൻ പറ്റില്ല. ഇതൊരു മുനമ്പ് പോലെയുള്ള സ്ഥലമാണ്. അവിടെ നിന്ന് ഇവിടെ ഈ കല്ല് കാണാം, ഇവിടെ നിന്നും ഈ കല്ല് കാണാം. അതാണ് ഇവിടുത്തെ പ്രത്യേകത. പിന്നെ ഈ ബീച്ചും വണ്ടി ഓടിക്കാൻ പറ്റുന്ന ബീച്ചാണ്. ഇതും അതുപോലെ തന്നെയുള്ള വളരെ ദൂരം, ഏകദേശം 1 കിലോമീറ്ററോളം ദൂരം നമുക്ക് വണ്ടി ഓടിച്ച് പോകാൻ പറ്റുന്ന ഒരു ബീച്ചാണ്. അപ്പം ഞാനൊരു തണലത്തോട്ട് മാറിയിരിക്കുകയാണ്. ആൾക്കാർ ഒരുപാട് പേര് ഡ്രൈവിങ് പഠിക്കാൻ വേണ്ടിയാണ് ഈ ബീച്ചിലോട്ട് വരുന്നത്. അല്ലാതെ ഒരു ഫാസ്റ്റ് റൈഡിങ്ങിനൊന്നും ആൾക്കാർ വരാറില്ല. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നന്നായിട്ട് ആൾക്കാർ വരാറുണ്ട്. പക്ഷേ ഇവിടെ ഡ്രൈവിങ് പഠിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് ആൾക്കാർ കൂടുതലും വരുന്നത്, ഈ ഉച്ച സമയത്തൊക്കെ വരുന്നത്. കാരണം മറ്റൊന്നുമല്ല, അവർക്ക് ഫ്രീ ആയിട്ട് ഏത് ഏരിയയിൽ കൂടെ വേണമെങ്കിലും വണ്ടി ഓടിച്ച് പഠിക്കാൻ പറ്റും. നല്ലൊരു ബാലൻസിങ്ങോടുകൂടി ഡ്രൈവിങ് പഠിച്ച് എടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് മുഴുപ്പിലങ്ങാട് ബീച്ചിലോട്ട് എല്ലാവരും വണ്ടിയുമായിട്ട് വരുന്നത്. അങ്ങനെ ഇന്നത്തെ താമസം നമുക്ക് ശരിയായിട്ടുണ്ട്. കണ്ണൂരിനടുത്തുള്ള ഇന്ത്യൻ ഓയിലിൻ്റെ പെട്രോൾ പമ്പിലാണ് നമുക്കിന്ന് കിടക്കാനുള്ള അവസരം കിട്ടിയിരിക്കുന്നത്. ഇതുണ്ടോ, ഞാൻ വന്നപ്പോഴേ അവിടെ ബസ് കഴിക്കൊണ്ടിരുന്നവരും ഇവിടുത്തെ പമ്പിലെ ആൾക്കാരും ഒക്കെ ഒരു കുഴപ്പമില്ല ചേട്ടാ, ഇങ്ങോട്ട് കയറ്റി വെച്ചോ എന്നും പറഞ്ഞുകൊണ്ട് സൈക്കിൾ ഇവിടെ കയറ്റി വെച്ചിട്ടുണ്ട്. കുഞ്ഞിതേ ഇതിലെ നടക്കുകയാണ്. കുഞ്ഞിപ്പണ ഒന്ന് കാണിച്ചേ, മുഖം ഒന്ന് കാണിച്ചേ. ഞങ്ങൾ ഇച്ചിരി ഇരുട്ടത്തായിരിക്കുന്നത് കേട്ടോ, അതുകൊണ്ടാണ്. കാരണം അവിടെ വണ്ടികൾ ഇഷ്ടം പോലെ വൈകിട്ട് പെട്രോൾ അടിക്കാൻ വേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ വന്നിരുന്നത്. കുഞ്ഞി ഞാനിവിടെ ഇങ്ങനെ സുന്ദരീനെ ഞാനിന്ന് ചെയ്യായിരുന്നു കേട്ടോ. ചെയ്യുക നല്ല സുന്ദരിയാക്കി. അവിടെ കിടന്ന സുന്ദരീനെ കണ്ടോ? വേണ്ട കിടക്കുന്നത് ഒന്ന് ചവിട്ടുക തൂക്കാൻ വേണ്ടി, ദേഹം മുഴുവൻ ഉരയ്ക്കാൻ വേണ്ടി ചവിട്ടുന്ന പെണ്ണിനെ കണ്ട. അപ്പോൾ ശരി. മാട്ടൂർ പാറത്തലാണ് കായലും കടലും പുഴയും എല്ലാം ചേരുന്നൊരു ഭാഗം. അപ്പോൾ ദേ നിറയെ കണ്ടൽക്കാടുകളാണുള്ളത്. കണ്ണൂർ ജില്ലയുടെ കണ്ടൽക്കാടുകൾ
ഭൂരിഭാഗവും കാണുന്നത് ഈ മാട്ടൂർ ഭാഗത്താണ്. ഇത് കണ്ടോ, അടിയിലോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് നിറയെ ഇത് കല്ലുമ്മക്കായയുടെ പറിച്ചിരിക്കുന്ന കല്ലുമ്മക്കായൊക്കെ കാണാൻ പറ്റും. നല്ല തെളിഞ്ഞ വെള്ളത്തിൽ കല്ലുമ്മക്കായ. ഇത് മുഴുവൻ കണ്ടൽക്കാടുകളാണ്. അവിടെ വെച്ച് പിടിപ്പിച്ചതും അല്ലാത്തതുമായ കണ്ടൽക്കാടുകൾ. അതുപോലെ തന്നെ ആ സൈഡിലൊരു ബോട്ട് സർവീസ് ഉണ്ട്. അതൊരു ബോട്ട് ജെട്ടിയാണ്. ആ തുരുത്തിലോട്ടുള്ള ബോട്ട് സർവീസാണ്. കുഞ്ഞിപ്പെണ്ണ് ഇങ്ങനെ ആരാണ്ടെയൊക്കെ കണ്ട് കുറച്ചുകൊണ്ടൊക്കെ ഇരിപ്പുണ്ട്. ആരാടി? അപ്പത്തെ അവിടെ ഒരു സെൻറ്ററിൽ ഒരു തുരുത്ത് കാണാം കേട്ടോ. ഒരു വലിയ തുരുത്താണ്. ഒരു അത്യാവശ്യം ഒരു 8-10 ഏക്കറുള്ള ഒരു തുരുത്താണ്. അതുപോലെ തന്നെ ഇത് കണ്ടോ, കല്ലുമ്മക്കായ പറിക്കുന്ന ആളുകളെ കണ്ടോ. അവർ കല്ലുമ്മക്ക പറിക്കാൻ വേണ്ടി ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. അതേ സമയത്ത് ഇവിടെ കുറേ പരുന്തും വേഴാമ്പലും ഒക്കെ ഇരിപ്പുണ്ട്. അവർക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ തന്നെ കുത്തിയിരിക്കുകയാണ്. കണ്ടോ, മനോഹരമായ മാട്ടൂർ പ്രദേശമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അടിപൊളി തുരുത്ത്, അടിപൊളി പാലം. നല്ല കുലുക്കാണ് കേട്ടോ പാലത്തിൽ. അങ്ങനൊരു ഗുണമുണ്ട്. എപ്പോൾ വേണേലും താഴെ വീഴാമെന്നാണ് തോന്നണം. നല്ലതായിട്ട് കുലുങ്ങി ഇപ്പോൾ ആ ബസ് പോയപ്പോൾ. അപ്പോഴത്തേ അവരൊക്കെ കല്ലുപ്പക്ക വരച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ കിടക്കുന്ന കാണാം. ഇപ്പോൾ കള്ളക്കടൽ കയറിയിരിക്കുന്നതുകൊണ്ട് അവരാരും പോകാതെ കിടക്കുകയാണ്. അതുകൊണ്ട് ആ സൈഡിൽ നിന്ന് വലത്തോട്ട് പോകുമ്പോഴാണ് കടത്തീരമുള്ളത്. വലത്തോട്ട് പോകുമ്പോൾ അപ്പോൾ നമ്മൾ മാട്ടൂർ പാലത്തിൽ നിന്ന് നേരെ പോവുകയാണ്. കുഞ്ഞിക്ക് കുറേ കൂട്ടുകാരുള്ള ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ എല്ലാ പാലത്തിലും ആൾക്കാർ, കടലിൽ പോകാൻ പറ്റാത്തവരൊക്കെ മീൻപിടുത്തമൊക്കെ ആയിട്ട് നിൽപ്പുണ്ട്. ആ കാഴ്ചകളൊക്കെ കണ്ട് കുഞ്ഞി ഇവിടെ കിടപ്പുണ്ട്. കുഞ്ഞി വേണേ പോണ്ടേ? നിൻ്റെ കുറേ കൂട്ടുകാരവിടെയുണ്ട് നിനക്ക് ഓടി കളിക്കാൻ. നമുക്ക് അവരെല്ലാം കണ്ടിട്ട് പോകാം കേട്ടോ.